ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിച്ച് മുഹമ്മദ് യൂനിസ് അവിടുത്തെ ഇടക്കാല സർക്കാർ രൂപീകരിച്ച് അതിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേറ്റിരുന്നു. ഈ മുഹമ്മദ് യൂനിസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഹമ്മദ് യൂനിസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മുഹമ്മദ് യൂനിസ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഡാറിനകത്താണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം യൂനിസ് അല്ല, യൂനിസിന്റെ മകളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്നുള്ളതാണ്. മുഹമ്മദ് യൂനിസ് ട്രംപിനെ എതിർക്കുന്നതിന് പേര് കേട്ട അമേരിക്കയിലെ പ്രതിപക്ഷ ഒരു വക്താവായിരുന്നു ഹിലറി ക്ലിന്റൺ എന്ന് പറയുന്ന സ്ത്രീ. ഹിലറി ക്ലിന്റനുമായി ഈ മുഹമ്മദ് യൂനിസിന് ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഈ ഹിലറി ക്ലിന്റന്റെ ഫൗണ്ടേഷന് യൂനിസ് കൊടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പൈസയാണ്. യൂനിസിന് ഈ പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഹിലറി ക്ലിന്റന് ഏകദേശം $3 ലക്ഷം അതായത് 2.5 കോടി രൂപ ഇതാണ് ഹിലറി ക്ലിന്റൺ ഫൗണ്ടേഷന് ഈ മുഹമ്മദ് യൂനിസ് സംഭാവന നൽകിയതായി ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഈ യൂനിസിന്റെ മകളായിട്ടുള്ള മോണിക്ക യൂനിസ് അതിനുശേഷം US-ൽ താമസിക്കാൻ തുടങ്ങി. US-ൽ താമസിച്ചതിന് ശേഷം ജോ ബൈഡൻ ഭരണകൂടത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ പാകത്തിൽ മോണിക്ക യൂനിസിന് അവിടെ സ്വാധീനമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണവും മോണിക്ക യൂനിസ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോണിക്ക യൂനിസിനെ തന്നെ ആദ്യം അന്വേഷണം ആരംഭിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും യൂനിസിന് ഈ മോണിക്ക യൂനിസ് അടക്കം അമേരിക്കയിൽ താമസമായി ജോ ബൈഡൻ ഭരണത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം യൂനിസിന് അനധികൃതമായി ധാരാളം ലോണുകൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ഹിലറി ക്ലിന്റന്റെ നേതൃത്വത്തിലാണോ എന്നുള്ള വിവരവും ഇപ്പോൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ട്രംപിനെ ഇപ്പോൾ മോണിക്ക യൂനിസ് അമേരിക്കയിൽ താമസിക്കുന്നത് തന്നെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്രംപിനെ വിമർശിക്കുന്ന ക്ലിന്റനുമായുള്ള യൂനിസിന്റെ ബന്ധം കാരണം ഉടൻ തന്നെ യൂനിസിനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിൽ മകൾ മോണിക്കയെ പ്രധാന പങ്ക് വഹിക്കാൻ സഹായിച്ചതായി പറയപ്പെടുന്ന ക്ലിന്റനുമായി അടുത്ത ബന്ധമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസിന് ആരോപിക്കപ്പെടുന്നത്. ക്ലിന്റൺ കുടുംബവുമായുള്ള യൂനിസിന്റെ ബന്ധം വളരെ ശക്തമായിരുന്നു. ഹിലറി ക്ലിന്റൺ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം ദശലക്ഷക്കണക്കിന് ഡോളർ വായ്പയാണ് ഈ മുഹമ്മദ് യൂനിസിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ വിധേയമാകാൻ പോകുന്നത്. ഇത് എങ്ങനെ വന്നു എന്നറിയാനായി മോണിക്ക യൂനിസിനെ അടക്കം ചോദ്യം ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും 2016 ഹിലറി ക്ലിന്റൺ ഫൗണ്ടേഷന് യൂനിസ് $3 ലക്ഷം സംഭാവന നൽകിയതോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഹമ്മദ് യൂനിസും തമ്മിലുള്ള തർക്കം അന്ന് തന്നെ രൂക്ഷമായിരുന്നു. അപ്പോഴാണ് ട്രംപിനെ യൂനിസ് രൂക്ഷമായി വിമർശിച്ചത്. ട്രംപ് അധികാരത്തിൽ വരുന്നത് അമേരിക്കയുടെ ഗ്രഹണമാണ് എന്നാണ് യൂനിസ് പറഞ്ഞത്. അതേ യൂനിസ് ആണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഉപദേഷ്ടാവായി ഇരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ ഇരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അടക്കം ബംഗ്ലാദേശിനെ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള അവിടെ ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യ നടത്തുന്ന വിഷയങ്ങളുമായി ഇന്ന് അമേരിക്കയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യൂനിസിന്റെ മകളുടെ നിഗൂഢത പുറത്തു കൊണ്ടുവരാനാണ് ആദ്യം ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭാവന, അതായത് ഈ ഹിലറി ക്ലിന്റനെ കൊടുത്ത $3 ലക്ഷം യൂനിസിന്റെ ഈ സംഭാവന ട്രംപ് പരിശോധിക്കാൻ പോവുകയാണ്. ഇത് ക്ലിന്റൺ ഫൗണ്ടേഷൻ അതിന്റെ വെബ്സൈറ്റിലെ ലിങ്കിൽ നിന്ന് നിഗൂഢമായ രീതിയിൽ ഈ സംഭാവന അത് നീക്കം ചെയ്തു. അതായത് യൂനിസ് കൊടുത്തിരിക്കുന്ന ഈ സംഭാവന അത് ക്ലിന്റൺ ഫൗണ്ടേഷൻ അത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത് കളഞ്ഞു എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്തായാലും യൂനിസിന്റെ മകളുടെയും ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.